wine, sweet like a summer rain. Flowing through my heart again and again. വെൽക്കം ടു ഫ്ലൈം ബേഡ്സ്. നമ്മുടെ ക്രിസ്മസ് സീരീസിലെ രണ്ടാമത്തെ ഐറ്റം. ഫസ്റ്റ് ഞാനൊരു പ്ലം കേക്ക് കാണിച്ചു. രണ്ടാമത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു വൈനാണ്. പ്ലം കേക്കിൻ്റെ ഒപ്പം എപ്പോഴും നമുക്കൊരു വൈൻ ആവശ്യമുള്ളൂ. പ്ലം കേക്കിൻ്റെ ഒപ്പം മാത്രമല്ല, ക്രിസ്മസിൻ്റെ അന്ന് നമ്മൾ മിക്കവരും ക്രിസ്ത്യൻസൊക്കെ വൈൻ കഴിക്കും. അപ്പോൾ ആ വൈൻ നമ്മൾ വീട്ടിലിട്ട് കാണിക്കുകയാണ്. ഒരു 2 കിലോ മുന്തിരിക്കുള്ളത്. അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളും എങ്ങനെ ഉണ്ടാക്കണേന്നൊക്കെ കാണിക്കാം. ഇതിപ്പോൾ 2 കിലോ നല്ല ഫ്രഷ് ആയിട്ടുള്ള മുന്തിരിയാണ് വാങ്ങിയേക്കണത്. നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം. ഇത് കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നും, പക്ഷേ കഴിക്കാൻ പാടില്ല. നമ്മൾ കമ്പം തേനി ആ ഭാഗത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കൊല കുത്തി ഇങ്ങനെ മുന്തിരി ഉണ്ടായി നിൽക്കണ കാണാറില്ലേ? പക്ഷെ ആ സമയത്ത് അവർ പറയും കഴിക്കരുത്, കാരണം നിറയെ വിഷത്തിൽ ഇങ്ങനെ മുക്കി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കണേന്ന്. അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്ക് നല്ലോണം വാഷ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഞാൻ നല്ലൊരു വലിപ്പമുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗറാണ് ഒഴിക്കണേ. പലതരത്തിൽ നമുക്കിത് വാഷ് ചെയ്യാം. ഇന്ന് ഞാൻ വിനീഗർ ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് മുക്കി വെച്ചിട്ട് പിന്നീടാണ് കഴുകിയെടുക്കണേ. ഓരോന്നോരോന്നായിട്ട് നമുക്കിതിലേക്ക് എടുത്തിടാം. ഇപ്പം 2 കിലോ മുന്തിരി ആയ കാരണം അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രം നമുക്ക് വേണം. ഒന്നില്ലെങ്കിൽ ഭരണി ആയിരിക്കണം, അല്ലെങ്കിൽ ചില്ല് പാത്രങ്ങൾ, ഇതുപോലത്തെ ചില്ല്, അല്ലെങ്കിൽ നല്ല സേഫ്റ്റി ആയിട്ടുള്ള പ്ലാസ്റ്റിക്കുകളില്ലേ, നല്ല കട്ടിയുള്ള ഗ്രേഡ് കൂടിയ പ്ലാസ്റ്റിക്കുകൾ, അതും അങ്ങനത്തെ ജാറിലൂടാം കേട്ടോ. ഇപ്പം ഇത് പുതിയ പാത്രമാണ്. അപ്പം ഞാൻ ഇത് നല്ലോണം വാഷ് ചെയ്ത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിൽ വേണമെങ്കിൽ കഴുകിയെടുക്കാം. എന്നിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി കൊണ്ടുവരാം. 2 ലിറ്ററിൻ്റെ ജാർ എടുക്കരുത് കേട്ടോ. 2 കിലോ ഉള്ളൂന്ന് വെച്ചിട്ട് 2 ലിറ്റർ എടുക്കരുത്. കാരണം ഇതിൽ നമുക്ക് വെള്ളം തിളപ്പിച്ചൊഴിക്കാനുണ്ട്, മുന്തിരി ഇടാനുണ്ട്. അപ്പം തിങ്ങലാവരുത്. ഒരു 3/4 ഭാഗം മാത്രമേ ഈ എല്ലാം കൂടി ആവാൻ പാടുള്ളൂ. അപ്പം ഒരു 4.5 ലിറ്ററിൻ്റെയാണ് ഞാൻ വാങ്ങിയേക്കണത്. നന്നായി കഴുകിയിട്ടുണ്ട്. നല്ല വെയിലത്ത് വെച്ച് ഉണക്കാം. അതിനോടൊപ്പം തന്നെ ഒരു തടിയുടെ തവി ഉണ്ടെങ്കിൽ അതും നല്ലോണം ഒന്ന് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ വൈൻ 2 കിലോ ഇടണ കാരണം ഒരു കിലോയ്ക്ക് 3/4 ലിറ്റർ വെള്ളം. അപ്പം 2 കിലോ ആകുമ്പോൾ 1.5 ലിറ്റർ വെള്ളം തിളപ്പിച്ചിട്ട് അത് ആറണം. അപ്പം ഞാൻ തിളപ്പിക്കാൻ വെക്കുകയാണ്. 1.5 ലിറ്റർ വെള്ളം എടുത്തേക്കണത്. മുന്തിരിയുടെ ഇതുകൊണ്ട് മാത്രം നമുക്ക് കിട്ടില്ല, വൈൻ്റെ അളവ് കിട്ടില്ല. അപ്പം അതിന് നല്ലോണം വെട്ടി തിളച്ചതിന് ശേഷം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ മുന്തിരി വിനീഗർ ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോന്ന് നമുക്ക് അടർത്തി എടുക്കാം. ഇതിൻ്റെ ഇടയിൽ ക്ലീൻ ആവില്ല, അതുകൊണ്ടാണ് ഓരോന്നും ഇങ്ങനെ അടർത്തി എടുക്കാൻ പറയണേ. ഇപ്പം നല്ലോണം വാഷ് ചെയ്തു. ഇനി ഒരു 10 മിനിറ്റ് വെള്ളം തോരാനായിട്ട് വെക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു വൃത്തിയുള്ള തുണിയിൽ ഈ മുന്തിരി നിരത്തിയിടാണ്. എന്നിട്ട് ഇതിലെ വെള്ളം മുഴുവൻ വറ്റണ വരെ ഒന്നില്ലെങ്കിൽ ഫാനൊക്കെ ഇട്ട് വെക്കുക, അല്ലെങ്കിൽ തുണി എടുത്തിട്ട് തന്നെ തുടച്ചും വെക്കാം. ഇപ്പം നമ്മുടെ മുന്തിരി ഒരു നല്ല തോർത്താണ് ഞാൻ എടുത്തേക്കണം. വെള്ളം ഇങ്ങനെ പോകാൻ പറ്റണ ഒരു തുണി എടുത്തിട്ട് നിരത്തിയിട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം വെള്ളം വലിയണ വരെ ഉണക്കിയെടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ തുണി വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ പ്രസ് ചെയ്ത് ഉണക്കിയെടുക്കുക. എന്തായാലും ഒരു തുള്ളി വെള്ളം ഉണ്ടാവാൻ പാടില്ല. ലാസ്റ്റായിട്ട് നമുക്ക് വൈൻ ഇടുന്ന വിധാണ് കാണിക്കണത്. ഇതിലേക്ക് വേണ്ടത്, ഈ വൈനിടുന്ന ശർക്കര വാങ്ങിക്കാൻ കിട്ടും നമുക്ക്. നമ്മുടെ വൈദ്യശാലയിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. സാധാരണ ശർക്കരയല്ല, വൈനിടാനുള്ള ശർക്കര. അത് ഞാൻ 1 കിലോ ആണ് ഇപ്പോൾ എടുത്തേക്കണത്. 2 കിലോ മുന്തിരി ഉണ്ടെങ്കിലും 1 കിലോ ശർക്കര ഇടണുള്ളൂ. പിന്നെ നമ്മൾ 1.5 ലിറ്റർ വെള്ളം തിളപ്പിച്ച് സാധാരണ ടെമ്പറേച്ചറാക്കി വെച്ചിട്ടുണ്ട്, ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് മസാലകളാണ്. 10-15 ഏലക്കയും ഒരു 10-15 കരയാമ്പൂവും, പിന്നെ ഈ കോലരക്ക് എന്ന് പറയുന്ന ഒരു സാധനമാണ്. പിന്നെ ഒരു വലിയൊരു പിടി സൂചി ഗോതമ്പും, ഏലക്കയുടെ ഒക്കെ ഇരട്ടി പട്ടയും. ഇത് നമുക്കിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. വൈദ്യശാലയിൽ നിന്ന് തന്നെ വൈൻ്റെ കൂട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇതെല്ലാം കൂടി ഞാൻ ചെയ്യണത് ഒരു കിഴിയാക്കാണ് ചെയ്യണേ. ഈ മസാലകളും ഗോതമ്പും എല്ലാവരും കൂടി ഇട്ടിട്ട് ഇങ്ങനെ ഒരു കിഴി കെട്ടാണ്.
അല്ലെങ്കിൽ ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് അരിച്ചെടുക്കാനൊക്കെ പാടായിരിക്കും. അപ്പം ഇങ്ങനെ ആവുമ്പോൾ അതൊരു ശല്യമില്ലല്ലോ. ഒരു കിഴി പോലെ കെട്ടിയെടുക്കുക. ഇങ്ങനെ കിഴി പോലെ എടുത്തിട്ടുണ്ട്. ജാറിലേക്ക് ആദ്യം തന്നെ ഞാൻ ഇതാണ് ഇടുന്നത്. അതിനുശേഷം നമ്മൾ ഈ മുന്തിരിനെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇട്ടിട്ട് ഒരടി അടിച്ചിട്ട് വേണമെങ്കിലും അങ്ങനെയും വെക്കാം. കുരു അരഞ്ഞു പോരുത് കേട്ടോ. മിക്സിയിൽ അടിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കറക്കാൻ പാടുള്ളൂ, കുരുവിനെ ഒന്നും ചെയ്യരുത്. ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കുക. എല്ലാ മുന്തിരിയും ഒന്ന് ഉടയണം. ഇങ്ങനത്തെ ഈ സാധനമുള്ള കാരണം എളുപ്പമല്ലേ. ഈ കുറേശ്ശെ മുന്തിരി നമുക്ക് ഈ ജാറിലേക്ക് ഇടാം. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ശർക്കര കുറച്ചിടാം. വീണ്ടും കുറച്ച് മുന്തിരി ഇടാം. അങ്ങനെ ലെയർ ലെയറായിട്ട് ഇടാം. ഇപ്പം നമ്മുടെ ശർക്കരയും മുന്തിരിയും മസാല കൂട്ടൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി അതിലേക്ക് 1.5 ലിറ്റർ വെള്ളം, തണുത്ത വെള്ളമായിരിക്കണം കേട്ടോ, തിളപ്പിച്ചാറിയ വെള്ളമായിരിക്കണം. ഇനി ഏറ്റവും അവസാനമായിട്ട് ചേർക്കണത് ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ്. അപ്പം നമ്മുടെ വൈൻ ഇനി എന്തിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നല്ല നീറ്റായിട്ടുള്ളൊരു തുണി ഇങ്ങനെ ചുറ്റിയിട്ട് ഒരു നാട വെച്ചിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ട് നമ്മുടെ ഈ അടപ്പ് വെച്ചിട്ട് ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം. വൈനിടുന്ന വിധം എല്ലാവരും കണ്ടില്ലേ. അപ്പോൾ പിറ്റേ ദിവസം മുതൽ 7 ദിവസം നമ്മളിതൊന്ന് മിക്സ് ചെയ്യണം. കാരണം ഇതിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും പഞ്ചസാരയും എല്ലാവരും ഇങ്ങനെ നല്ലോണം ഒരേപോലെ ലെവലാവാൻ വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ മരത്തിൻ്റെ വല്ല തവി ഉണ്ടെങ്കിൽ അത് നല്ലോണം കഴുകി ഉണക്കി എടുത്തിട്ട് കൊണ്ടുവരണം കേട്ടോ. എന്നിട്ട് ഇത് തുറന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക നല്ലോണം. ഇങ്ങനെ ഈ തവി അടിയിൽ എത്തണ വരെ ഇങ്ങനെ ഇട്ടിട്ട് നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഒരു 5-10 പ്രാവശ്യം ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ നല്ലോണം ഇളക്കിയിട്ട് ഒരു തുള്ളി നമ്മൾ കയ്യിൽ ഇങ്ങനെ ഒഴിച്ചിട്ടേ ഇതിൻ്റെ മധുരം നോക്കാം. അപ്പം മധുരം ആർക്കെങ്കിലും കുറവ് തോന്നുകയാണെങ്കിൽ ഇപ്പം മധുരം വേണമെങ്കിൽ ആഡ് ചെയ്യാം. ശർക്കര ഇട്ടത് കൊണ്ട് ബാലൻസിന് ശർക്കര തന്നെ ഇടേണ്ടത് നല്ലത്. ഇനി അതല്ല ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര അതിൽ ഇട്ടാൽ മതി. അപ്പം ഈ സമയം ചില മുന്തിരിക്ക് നല്ല പുളിയായിരിക്കും. അപ്പം ഈ 1 കിലോ ഉള്ള നമ്മൾ ഇട്ടേക്കണത് അത് മതിയാവായക വരും. അപ്പം നമ്മളുടെ ഓരോരുത്തരുടെയും മധുരം അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം മധുരമുള്ള മുന്തിരിയാണ്. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടും മധുരം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എനിക്കിത് ആഡ് ചെയ്യണ്ട, നിങ്ങൾ ചെയ്യുമ്പോൾ അത് നോക്കിക്കോളൂ. അതിനുശേഷം വീണ്ടും ഇത് പഴയ മാതിരി തന്നെ തുണി വയ്ക്കുക, ഇതിൻ്റെ അടപ്പ് വയ്ക്കുക. അങ്ങനെ 7 ദിവസം മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് തുറക്കേ വേണ്ട. ഒരു 14 ദിവസം കൂടി, മൊത്തം 21 ദിവസമാണ്. അപ്പോൾ 7 ദിവസം നമ്മൾ ഇളക്കി വെച്ചു, പിന്നെ ബാലൻസ് ഉള്ള 14 ദിവസം അനക്കേ വേണ്ട. ഇത് അങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞിട്ട് 21ാമത്തെ ദിവസം എടുത്തിട്ട് ഇതുപോലെ അത്യാവശ്യം വലുപ്പമുള്ളൊരു തുണി അല്ലെങ്കിൽ തോർത്ത് ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് അതിലേക്ക് ഇതെല്ലാം ഒഴിക്കുക. എന്നിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ വൈൻ റെഡിയാവും. ഇങ്ങനെ ഞാൻ മുന്നേ റെഡിയാക്കി വെച്ചേക്കണ വൈനാണിത്. 21 ദിവസം കഴിഞ്ഞിട്ടുള്ളത് ഞാൻ പിന്നെ കാണിക്കാം. ഇപ്പം ഞാൻ ഇതിന് മുന്നേ റെഡിയാക്കി വെച്ചേക്കണ വൈനാണിത്. ഇത് സെർവ് ചെയ്യണത്.
ഇതുപോലെ ഇഷ്ടമുള്ള ഗ്ലാസ്സുകളിലേക്കൊക്കെ ഒഴിച്ച് നമുക്ക് ക്രിസ്മസിന് സെർവ് ചെയ്യാം. അടിപൊളി വൈനാണ്. അപ്പോൾ ഈ റെസിപ്പിയും നിങ്ങൾ ക്രിസ്മസിന് വേണ്ടി റെഡിയാക്കൂ. ഇനി അടുത്ത വീണ്ടും ഒരു റെസിപ്പി ആയിട്ട് വരാം. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.